ഹലോ, ഇന്ന് ഞാൻ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുന്നത് എൻ്റെ അഡീനിയം പ്രൂണിങ്ങും അതിൻ്റെ കമ്പ് നടലുമാണ് കേട്ടോ. അതിനായിട്ട് കുറേ കെയറിങ് ഒക്കെ ഉണ്ട് കേട്ടോ. ഫസ്റ്റ് തന്നെ പിന്നെ നമ്മുടെ പ്രൂണിങ് ചെയ്യുമ്പം ഒന്നിക്ക് പുതിയ ബ്ലേഡായിരിക്കണം, അല്ലെങ്കിൽ പുതിയ കത്തിയായിരിക്കണം. അത് ഒന്നെങ്കിൽ സാഫ് കുറച്ച് വെള്ളത്തിലാക്കി അത് ആ കത്തി നല്ലപോലെ കഴുകിയെടുക്കുക, അല്ലെങ്കിൽ ഡെറ്റോൾ കൊണ്ട് കഴുകിയെടുക്കുക, അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി കൊണ്ട്. പിന്നെ നല്ലൊരു ക്ലോത്തും വേണം. നല്ല ക്ലോത്ത് എന്ന് പറഞ്ഞാൽ നല്ല ക്ലീനായ ക്ലോത്തോ ടിഷ്യൂ പേപ്പറോ വേണം. അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ അഡീനിയം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സാഫാണ്, ഞാൻ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. അഡീനിയം കട്ട് ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷം അതിൽ നിന്ന് ഒരു വൈറ്റ് കളറിലൊരു ദ്രാവകം വരും. അത് നമ്മൾ തുടച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനിവിടെ പുതിയ കത്തിയാണ്, പുതിയ കത്തി എടുത്തു. ഞാൻ മഞ്ഞൾപ്പൊടിയിൽ കുറച്ച് സമയം ഇട്ട് വെച്ചു. അപ്പം എന്തെങ്കിലും ഫംഗൽ ഇൻഫെക്ഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത്രയും കഷ്ടപ്പെട്ട് നട്ടതല്ലേ, അപ്പം കുഞ്ഞുങ്ങളെ കായും കെയർ ചെയ്യണം ഗൈസ്. ഇത് എന്താ പറയുക, ഗ്രാഫ്റ്റ് ചെയ്ത അഡീനിയാണ്. എനിക്ക് കുറേ വർഷം മുന്നേ എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് കൊറിയറായിട്ട് അയച്ചു തന്നതാണ്. അപ്പം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ റീപോർട്ട് ചെയ്തു. അപ്പം ഇന്ന് പ്രൂണിങ്ങും നടിയലും ഒക്കെ ചെയ്യുമ്പം എൻ്റെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഗ്രാഫ്റ്റ് ആയതുകൊണ്ട് ഗ്രാഫ്റ്റിന് തൊട്ട് മുകളിൽ ഒരു 2 ഇഞ്ച് വിട്ടിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. ഇതിപ്പം വന്ന ശിഖരങ്ങളാണ്, അതും കട്ട് ചെയ്ത് ഗ്രാഫ്റ്റിൻ്റെ മുകളിലാണ് വന്നത്. ഗ്രാഫ്റ്റിൻ്റെ അടിയിലാണ് വരുവാണെങ്കിൽ നമ്മളെ ചെടി ഗ്രോത്തിങ് കുറയും. അപ്പോൾ ഞാൻ ഇതും എല്ലാം കട്ട് ചെയ്യുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് കട്ട് ചെയ്ത നല്ല പോലെ കിളുത്ത് വന്ന് നിറയെ പൂമൊട്ടുകളും പൂക്കളും ഒക്കെ കിട്ടുമല്ലോ. അങ്ങനെ ഞാൻ ഒരു പ്ലാന്റ് ഇവിടെ കട്ട് ചെയ്തു ആ ക്ലോത്ത് വെച്ച് നല്ലോണം തുടച്ച് കൊടുക്കുകയാണ്. തൊണ്ടയിൽ കിച്ചാണ് ഗൈസ്, അതാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു ചുമ ആവുന്നത്. അപ്പം അതുപോലെ നല്ല പോലെ ഇങ്ങനെ തുടച്ച് കൊടുക്കണം. എന്നിട്ട് നമുക്ക് സാഫ് തേച്ച് കൊടുക്കുക, അല്ലെങ്കിൽ സാഫില്ലെങ്കിൽ മഞ്ഞൾപ്പൊടി അതുപോലെ തേച്ച് കൊടുക്കുക, അല്ലെങ്കിൽ മെഴുകുതിരി കത്തിച്ചിട്ട് ഉറ്റിച്ച് കൊടുക്കാം. അങ്ങനെ ഞാൻ 2 പ്ലാന്റും ഇവിടെ കട്ട് ചെയ്തു. ഇത്രയധികം ഞങ്ങൾക്ക് കമ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ കമ്പെല്ലാം നമുക്ക് പോട്ടിലാക്കി വെക്കണം. കമ്പ് നടാൻ പ്രത്യേകിച്ച് പോട്ടി മിക്സിൻ്റെ ആവശ്യമൊന്നും ഇല്ല. നമുക്ക് മണലിൽ കുത്തി കൊടുത്താൽ മതി. 10-22 ദിവസം ആകുമ്പോഴേക്കും വേര് പിടിച്ച് വരും. കുത്തി കൊടുത്തിട്ട് തണലത്ത് വെക്കുക. ആമിപ്പെണ്ണ് തുടങ്ങി, മിണ്ടാതിരിക്കടി. അങ്ങനെ നമുക്ക് ഇനി കട്ട് ചെയ്ത് എടുത്ത അഡീനിയം പ്ലാന്റ് ഒക്കെ നല്ല പോലെ ക്ലീൻ ചെയ്ത് അതിൻ്റെ മണ്ണെല്ലാം ഇളക്കി കൊടുത്തിട്ട് വളം ചെയ്ത് കൊടുക്കണം. അഡീനിയത്തിന് ജനുവരി-ഫെബ്രുവരി മാസത്തിൽ പിന്നെ വളം ചേർക്കുന്നത് എല്ലുപൊടി, ചാണകപ്പൊടി അങ്ങനെയൊക്കെയാണ്. ഞങ്ങൾക്കിവിടെ എല്ലുപൊടിയും ഇല്ല, എല്ലുപൊടിയും ഇല്ല, ചാണകപ്പൊടിയും ഇല്ല. അതിനായിട്ട് ഞാനിവിടെ ചാരവും മുട്ടത്തൊണ്ട് ഉണക്കി പൊടിച്ചതുമാണ് എടുത്തിട്ടുള്ളത്. അത് രണ്ടും മിക്സ് ചെയ്തിട്ട് നമുക്ക് അഡീനിയത്തിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ നനച്ച് കൊടുത്തിട്ട് ഒരു സൈഡ് വെക്കുക തണലത്ത്. അതായത് നല്ല വെട്ടം കിട്ടവും വേണം, തണലത്തും വെക്കണം. അങ്ങനെ ഞാനിവിടെ കമ്പെല്ലാം എടുത്ത് വെച്ച് അതിൻ്റെ കട്ട് ചെയ്ത ഭാഗത്തൊക്കെ സാഫ് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ വേണ്ടേ, ഇതിനുള്ള പോട്ട് റെഡിയാക്കണം. അപ്പോൾ ഞാനങ്ങനെ വളം ചേർത്ത് കൊടുത്തു. ഇനി നല്ല പോലെ നനച്ചിട്ട് തണലത്ത് വെക്കണം. കുറച്ച് നല്ല വെളിച്ചം കിട്ടണം, അതായത് നല്ല വെയിലും കിട്ടാൻ പാടില്ല. അങ്ങനെ ഒരാഴ്ച തണലത്ത് വെക്കാം. അപ്പോൾ നമ്മുടെ അടീന് നല്ല പോലെ ശിഖരങ്ങളൊക്കെ വന്ന് നല്ലോണം പൂക്കളൊക്കെ നിറയും. അപ്പം ഇതിങ്ങനെ ഇവിടെ റെഡിയായി. ഇനി നമുക്ക് നമ്മുടെ കമ്പ് നടാനുള്ള റെഡിയാക്കാം അല്ലേ. അപ്പം ഇവിടെ വെച്ചാൽ ശരിയാവില്ല, ഇവിടെ നല്ല വെയിലുണ്ട്. അതുമല്ല മറ്റ് ചെടികൾക്ക് വെള്ളം നനയ്ക്കുമ്പം ഇതിൻ്റെ കട്ട് ചെയ്ത ഭാഗത്ത് വെള്ളമായിനെങ്കിൽ ചീഞ്ഞു പോവാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഞാനിവിടെ പോട്ടെല്ലാം റെഡിയാക്കി പോട്ടിൽ നമ്മുടെ മണലും ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഓരോരോ ചെടി അതിൽ കുത്തി കൊടുക്കാം. എന്നിട്ട് ഇതും ഒരു 22 ദിവസം ഷെയ്ഡ് ഏരിയയിൽ, അതായത് തണലത്ത് വെക്കാം.
അങ്ങനെ ഞാനിതേ എല്ലാ ചെടികളും വെച്ചു കഴിഞ്ഞു ഗൈസ്. വോയിസ് ഓവറാണ് കൊടുക്കുന്നത്. അപ്പോൾ എനിക്ക് നേരത്തെ വീഡിയോ എടുക്കുമ്പോൾ വോയിസ് കൊടുക്കാൻ പറ്റില്ല, വണ്ടിൻ്റെ ബഹളങ്ങളാണ് പുറത്തിറങ്ങിയാൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.